സോ ടുഡേ ഈസ് ഡേ 4. നമ്മൾ യൂണിവേഴ്സിറ്റി വിസിറ്റായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ആണ് വന്നേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇന്നിപ്പോ അങ്ങോട്ടേക്ക് അതായത് യൂണിവേഴ്സിറ്റി വിസിറ്റിന് പോകുന്നെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വിചാരിക്കും ദുബായിൽ ഇപ്പം ഇൻ കേസ് ഇപ്പം നിങ്ങളുടെ ഫാമിലി ബിസിനസ്സിലാണ്, ഒരു ബിസിനസ് ഫാമിലിയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് പഠിച്ചിട്ട് നല്ലൊരു എബ്രോഡ് യൂണിവേഴ്സിറ്റി പഠിച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് ഫ്ലെക്സ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. നാട്ടിൽ ചെറിയ പ്രായത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മാസ്റ്റേഴ്സുകൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം, നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണം, ഇന്റർനാഷണൽ എക്സ്പോഷർ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുബായ് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് പഠിക്കാം. അതിൻ്റെ അഡ്മിഷൻ അസിസ്റ്റൻസിൽ ഗൈഡ് സ്റ്റഡി അബ്രോഡിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് നാട്ടിലിപ്പോൾ എന്താ പറയുക, Yeah. ഓൺലൈൻ ആയിട്ട് അതായത് ഇപ്പൊ നമുക്ക് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി UK നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓസ്ട്രേലിയ, അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസ്, അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് ഹാഫ് ടൈം ഇവിടെ പഠിക്കാനും പിന്നെ ജർമ്മനിലേക്ക് ഫ്ലെക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റികളും തന്നെ ദുബായിൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങളുടെ ബിസിനസ് ആണ്, നിങ്ങളുടെ പേരൻസ് നിങ്ങൾ എബ്രോഡ് പോയി നേരത്തെ വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, നല്ലൊരു യൂണി പഠിക്കണം എന്നുണ്ടെങ്കിൽ യുവർ ഫസ്റ്റ് ചോയ്സ് വിൽ ബി ദുബായ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്ലെക്സ് ചെയ്യാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലൈക്ക് ഇപ്പോൾ ബിസിനസ് ഒക്കെ ഉള്ള ഇൻവെസ്റ്റർ വിസ എടുക്കാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പെർമിറ്റ് ആണ്, യു ക്യാൻ ഡു എനിത്തിങ് ഓവർ ഹിയർ. മനസ്സിലായി? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ്. ദുബായിലുള്ള കുട്ടികൾ ഒബ്വിയസ്ലി ഇവിടെയാണ് പഠിക്കുന്നത്. അവർക്ക് വേറെ സ്ഥലം, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ദുബായിലുള്ളവർ, അവർക്ക് വേറെ ഇങ്ങോട്ട് പോകണ്ട, ഇവിടെ നിന്നാൽ മതി. ദുബായ് അടിപൊളിയാണ്. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള ദുബായ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. എന്നാൽ ഫണ്ടും നിങ്ങൾക്കൊരു ഫീസ് ഈസ് ലൈക്ക് കമ്പാരിറ്റീവ്ലി ഐ തിങ്ക് ഇറ്റ് 40% ലെസ്. വിസ ഫീസ് കാര്യങ്ങളൊന്നും വേണ്ട. സ്റ്റുഡന്റ് വിസ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ദുബായിൽ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ജനറൽ വിസ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ബിസിനസ് വിസ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 lakhs ഒക്കെ 3 ഇയറിലേക്ക് മുടക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് എബ്രോഡ് മണി ഫോറക്സ് ഫണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പല പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എബ്രോഡ് പോകണ്ട, നാട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ അവയിൽ പോകാം, ഓൺലൈനിൽ പഠിക്കാം, അതുകൂടാണ്ട് ഇവിടെ വന്ന് ഇന്ന് പഠിക്കാം, ഒക്കെ കാര്യങ്ങൾ. മാസത്തിൽ നാട്ടിൽ പോയിട്ട് വന്നാൽ പോലും പ്രീ ബുക്ക് ചെയ്ത് ടിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹോസ്റ്റ് UK വന്ന് പൈസ ആവത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ യൂണിവേഴ്സിറ്റി പോകുന്ന അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി ചിന്തിക്കാം. നമ്മുടെ ഇവിടുത്തെ രാവിലത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി പോയിന്റ് ഒക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ ഭയങ്കര ഫോർമൽ സെറ്റപ്പ് ആയിരുന്നു. ഇപ്പം ഭയങ്കര ഇൻഫോർമൽ സെറ്റപ്പിൽ എപ്പോഴും എനിക്ക് തന്തവൈബ എന്ന് പറയുന്ന ആൾക്കാരോട് ഇതാക്കണം, അങ്ങനെ ആക്കി. ഇത് അൽതാഫ് ബ്രോ, എൻ്റെ ഫ്രണ്ടാണ്. പേഴ്സണലി UK ആളായിരുന്നു, ഇപ്പോൾ ദുബായിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ആളെ സംസാരിച്ച് നമ്മുടെ വിഷയം വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ അകത്തേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ബ്രോ വന്നതാണ്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. എൽസ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാൻ ആയിട്ട് ഇരിക്കുമായിരുന്നു. പുള്ളിക്കാരനെ വന്നു പിറക്കി പോയി. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആളെ ഡ്രോപ്പ് ചെയ്യാനും കൂടെ ആയിട്ട് പോവാണ്. പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി വിടാൻ വേണ്ടി. ബ്രോ പറയാം, എന്നാണ് വാർത്ത? ദുബായ് എങ്ങനെയുണ്ട്? ദുബായിലേക്ക് അടിപൊളിയല്ലേ? ദുബായ് പൈസ ഉള്ളവർക്ക് എല്ലാം അടിപൊളിയാണ്. അത് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ബ്രോയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലി ചെയ്തോണ്ടിരുന്നല്ലേ? കാർഡിഫിലായിരുന്നു ജോലി. സ്വന്തം ഫീൽഡിലുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ പേഴ്സണൽ റീസൺസ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് UAE പോയി. ഫാമിലി ഒക്കെ ഇവിടെയാണ് തോന്നുന്നല്ലേ ബ്രോടെ? ഫാമിലി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിനെ കയറിയപ്പോഴത്തേക്കും മൊത്തം ആൾക്കാരായി. വേറെ ആൾക്കാരോട് കയറിയപ്പോഴത്തേക്കും നമ്മളത് നിർത്തി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എന്താ പറയാ, ഇപ്പൊ ബ്രോ വന്നു ഇവർക്ക് UK ഇവിടെ എന്താണ് നല്ലൊരു അടിപൊളി സംഭവം ഉണ്ടാവട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, വർഷത്തിൽ എന്നാൽ 2 നമ്മൾ വരും. അപ്പൊ കാണാം. ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാനും എടുക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് ബ്രോനെ പുറത്തേക്ക് ഇതാക്കി വിട്ടിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോവാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇനി നമ്മൾ തിരിച്ച് റൂമിൽ ചെല്ലുമ്പോൾ ഫുഡ് കഴിക്കുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇതാക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ബ്രോയും കൊണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഫുഡ് കഴിക്കുന്നിടത്തും കാണാം. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഞങ്ങൾ ഒരു സ്പോട്ട് കഴിഞ്ഞ് കണ്ടുപിടിച്ചാണ്. ഇതെല്ലാം അതിനകത്ത് വലിയ പൈസ ഒന്നുമില്ല, പക്ഷെ പല ഐറ്റം സാധനങ്ങൾ, ഷവായി ഉണ്ട്, മന്തി റൈസ്, ചിക്കൻ, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഷവർമ പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഞാൻ ഫുഡ് വ്ളോഗും കൂടെ തുടങ്ങാൻ പോകണം. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഷവായുടെ മസാല.
ഇതിന്റെ മസാല ഷവർമ വന്നോളും. പിന്നെ രാത്രി ഞങ്ങളൊരു തീറ്റ മത്സരം തന്നെയാണ് എല്ലാ ദിവസവും വെക്കാറ്. നാട്ടിലെ പോലെ മയോണൈസും സാധനങ്ങൾ എല്ലാം ഉണ്ട്. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഫുഡടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. കാര്യങ്ങൾ എഴുതാനായിരിക്കും. അപ്പോഴത്തേക്കും ബ്രോയി പോകും. അപ്പോൾ ബ്രോ ഒരു ബൈ ബൈ പറഞ്ഞത് നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയണ്ടോ? ഫുഡ് എങ്ങനെയുണ്ട്? സമ്മതിക്കണം. നാണോ നടക്കറ എന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണോ? അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചു. അൽത്താഫ് ബ്രോ വന്നു. അതെ. പോഡ്കാസ്റ്റ് സ്റ്റാർട്ടായി. Podcast പോഡ്കാസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. പോഡ്കാസ്റ്റിന്റെ പേജിന്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ ഒരു പോഡ്കാസ്റ്റിനാണോ ഗൈഡ് സ്റ്റഡി ബ്രോഡിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന്റെ അകത്ത് പോസ്റ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റ് ഇതാക്കും. അതാണ് പ്ലാൻ ചെയ്തിട്ട് ഇതാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർക്ക് ഇന്നത്തെ ഒരു ലോങ് ഡേ ആയിരുന്നു. 3 യൂണിവേഴ്സിറ്റി വിസിറ്റ് കാര്യങ്ങൾ നമ്മളെല്ലാം കഴിഞ്ഞു. ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മൾ വന്നതിൻ്റെ അകത്ത് ഒരു 3/4 ഭാഗം കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി കുറച്ച് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ കുട്ടികൾക്ക്. അപ്പൊ നാളെ നമുക്ക് കാണാം. നാളെ എന്താന്നുള്ളത് നാളെ കാണാം. നാളെ ബൈ. ബൈ.